ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തന്നെ ആവിയിൽ വേവിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പഞ്ഞിക്കുട്ടനെയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ബൗളാണ് എടുത്തിട്ടുള്ളത്. 2 പാത്രം എടുക്കുക. അതിനകത്തോട്ട് 4 മുട്ട നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം മുട്ടയുടെ മഞ്ഞ ഈ ഒരു പാത്രത്തിലും വെള്ള അടുത്ത പാത്രത്തിലും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ മുട്ടയുടെ മഞ്ഞയും വെള്ളയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മുട്ട നടുവേ ഒന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നമ്മുടെ മുട്ടയുടെ ഉണ്ണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിനുശേഷം മുട്ടയുടെ മഞ്ഞയിലാണ് നമ്മൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ 1/2 കപ്പോളം ഉള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. തരിയോട് കൂടെയുള്ള പഞ്ചസാര തന്നെയാണ്, അല്ലാതെ പൊടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി പൊടിച്ചത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മുട്ടയുടെ മഞ്ഞയും അതുപോലെ പഞ്ചസാരയും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ തരികളൊക്കെ അലിയുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യണം. അതിപ്പോൾ അതിന് സമയമെടുക്കും. സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിസ്കറൊക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല ക്രീമി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ടയുടെ മഞ്ഞയും പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ ഇച്ചിരി 2 മിനിറ്റോളം സമയം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഞാൻ 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാൻ നോക്കുക. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള തൈര് വേണം ചേർക്കാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുള്ള തൈര് ഉപയോഗിക്കരുത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തൈര് നല്ല പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് ഒഴിച്ചാൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂണോളമുള്ള വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളമുള്ള ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറുനാരങ്ങ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ഒരു 1/4 ടീസ്പൂണോളാണെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 1/4 കപ്പോളം ഉള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. അപ്പോൾ പാലും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. അപ്പം നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ആദ്യം അരിപ്പയിലോട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം 4 ടേബിൾ സ്പൂണോളമുള്ള മൈദയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയുടെ പൊടിക്ക് പകരം നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ 4 ടേബിൾ സ്പൂണോളമുള്ള മൈദ ചേർക്കുമ്പോൾ 2 ടീസ്പൂണോളമുള്ള കോൺഫ്ലവറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അരിപ്പയിൽ അരിച്ചിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടോ, നല്ലൊരു കേക്കിൻ്റെ ബാറ്റർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഞാൻ മുട്ടയുടെ വെള്ള ഒഴിച്ചിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒരു വിസ്കറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-6 മിനിറ്റോളം ക്ഷമയോടുകൂടെ ഇരുന്ന് അടിച്ചടിച്ചിട്ടാണ് ഇതൊന്ന് പതഞ്ഞ് കിട്ടത്തുള്ളൂ. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് നല്ല ഫ്ലഫി ആയിട്ടോ അല്ലെങ്കിൽ നല്ല പഞ്ഞി പോലെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വിസ്കർ വെച്ചിട്ടാണ് ഇതൊന്ന് വിസ്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മുട്ടയുടെ വെള്ള ഈ ഒരു കണക്കിന് വേണം നമ്മൾ അടിച്ച് പതപ്പിക്കാനായിട്ട്. ഇത് ഇച്ചിരി സമയം എടുക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നിർത്തി ഇച്ചിരി ബ്രേക്കൊക്കെ എടുത്തിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഈ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് പതുക്കെ മടക്കിയെടുക്കാം. ഒരൊറ്റയടിക്ക് അതിങ്ങനെ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യാൻ നോക്കരുത്. സമയമെടുത്ത് നമുക്ക് മടക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. കണ്ടോ, മുട്ടയുടെ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും നല്ലൊരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഏത് പാത്രത്തിലാണോ നിങ്ങളിത് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ആ പാത്രത്തിൽ അല്പം നെയ്യോ അല്ലെങ്കിൽ അല്പം ബട്ടറോ അല്പം ഓയിലോ ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കണം. എങ്കിലാണിത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചെറിയൊരു ചോറും പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാറ്റർ ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ 1/4 ഭാഗത്തിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതങ്ങ് മേലോട്ട് പൊന്തി വീർത്തിട്ടൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ പാത്രത്തിൽ നിന്ന് പുറത്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിറച്ച് കൊടുക്കാതിരിക്കുക. ഒരു 1/4 ഭാഗത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചെറുതായിട്ടൊന്ന് തട്ടിയും കൂടെ കൊടുക്കുക, ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്നിവിടെ ഒരു സ്റ്റീമറിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതൊരു ചെമ്പാണ്. ഇതിനകത്തോട്ട് വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ചോറും പാത്രത്തിൻ്റെ മൂടിക നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അതൊരു സ്റ്റാൻഡ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം ഒഴിക്കുന്നത് നമ്മൾ ആ സ്റ്റാൻഡ് വെച്ചിരിക്കുന്ന ആ ഒരു ലെവലിൽ മാത്രം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ചെറുതായി ചൂടായി തുടങ്ങുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോയിൽ പേപ്പറിന് പകരം ഈ ഒരു ചോറും പാത്രത്തിൻ്റെ മൂടികയാണെന്നുണ്ടെങ്കിലും അടച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 20-25 മിനിറ്റോളം സമയമെടുത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ 25 മിനിറ്റോളം എനിക്ക് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 25 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇവിടെ നന്നായിട്ട് തന്നെ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഫോയിൽ പേപ്പറൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഊരി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു മാവ് പൊന്തി വന്നതുകൊണ്ട്. കണ്ടോ, നമ്മുടെ ഈ ഒരു മാവ് ഇതാ ഇങ്ങനെ പൊന്തിയിരിക്കുന്നുണ്ട്. അത് ഒത്തിരി ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് പോയാനേ. അപ്പോൾ ഇത് ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഇതുപോലെ ഒരു കത്തി എടുത്തോ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ടൊന്ന് ഒരു സ്പൂണിൻ്റെ പുറകു വശം വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കുക. അപ്പം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ പിന്നെ ഇതിൻ്റെ തന്നെ അല്പം ബാറ്റർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവനിൽ വെക്കുന്നവർ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റോളം ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള സമയത്തിന് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു കപ്പ് കേക്ക് മോഡലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈ ഒരു ഓവനിൽ വെച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് 2 രീതിയിലും അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യുക, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇത് സെർവ് ചെയ്യാനായിട്ട് 2 രീതി ഞാൻ കാണിക്കാം. അപ്പോൾ ഒന്ന് ഇത് നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കപ്പ് കേക്കിൻ്റെ രീതിയിൽ ഉള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയാണ് ഇതിൻ്റെ അകക്കി ഇരിക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ളം നമ്മൾ അങ്ങനെ പതപ്പിച്ച് സെപ്പറേറ്റ് ആയി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റാം. അത് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് മുറിച്ചിട്ട് മാറ്റാം. അപ്പോൾ ഇന്നിവിടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ ഞാൻ അല്പം ചോക്ലേറ്റിൻ്റെ പൗഡർ, നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അതേ ചോക്ലേറ്റ് പൗഡർ തന്നെയാണ്, അതൊന്ന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇനി അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് 2 ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡ്രൈ നട്ട്സ് ചേർക്കുന്നുണ്ട്. ഒപ്പം ഐസ്ക്രീമും ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്ഡ് ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്യാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഉള്ള ഒരു ഡെസേർട്ട് ഇവിടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പോകുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് നല്ല കസ്റ്റർഡ് ക്രീം. നല്ല ചെറു ചൂടുള്ള ഒരു കസ്റ്റർഡ് ക്രീമും നമുക്ക് ഒഴിച്ചു കൊടുത്തുന്ന അതും നല്ല സ്വാദാണ്, നല്ല സോഫ്റ്റ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.